ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മലയാളം OTT റിലീസും ഒരു തമിഴ് ഒരു തെലുങ്ക് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റിലീസിന് മുമ്പ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സൈനികം ചിത്രമായിരുന്നു ഹാല്. ചിത്രം ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി 10-ാം തീയതി മുതലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. 16+ സർട്ടിഫിക്കറ്റിൻ്റെയും വിവാദ കട്ടിങ് കൊണ്ടും വാർത്തയിൽ ഇടം പിടിച്ച ചിത്രമാണിത്. ബീഫ് ബിരിയാണി കഴിക്കുന്നത് ഉൾപ്പെടെ 16 ഇടങ്ങളിൽ സെൻസർ ബോർഡ് കട്ടിംഗ് ആവശ്യപ്പെട്ടു. സാക്ഷി വൈദ്യ, ജോണി ആൻ്റണി, ജോയ് മാത്യു, നിഷാന്ത് സാഗർ, നിയാസ് ബക്കർ, രവീന്ദ്രൻ, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെ നല്ലൊരു താരനിരയും ചിത്രത്തിലുണ്ട്. സൈനികം ഒരു റാപ്പറായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ പ്രണയമാണ് ചിത്രം പറയുന്നത്. ഈ വർഷത്തെ സ്ലീപ്പർ ഹിറ്റ് വിജയമായിരുന്നു സംഭവം അധ്യായം 1. ടൈം ലൂപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഏകദേശം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസ്കർ അലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രം ഏപ്രിൽ 15 മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ജിത്തു സതീശനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും മലയാള സിനിമാ പ്രേമികൾക്ക് വേറിട്ടൊരു ചലച്ചിത്രാനുഭവമായിരിക്കും ഈ ചിത്രം OTTയിൽ ഇറങ്ങുമ്പോൾ. തമിഴ്, മലയാളം ഭാഷകളിലായി എത്തുന്ന വെബ് സീരീസാണ് കാക്കി സർക്കസ്. സി5 വഴി റിലീസ് ചെയ്യുന്ന ഈ സീരീസ് നേരത്തെ വൺസ് അപ്പോൺ എ ടൈം അറ്റ് കായംകുളം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 7 എപ്പിസോഡുകളുള്ള ഈ വെബ് സീരീസിൽ രാജേഷ് മാധവൻ, മുനീഷ് കാന്ത്, ഗൗതമി നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ ചുറ്റിപ്പറ്റിയുള്ള കോമഡി ത്രില്ലറാണ് സീരീസ് പറയുന്നത്. സി5 വഴി ഏപ്രിൽ 10 മുതലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. യൂട്യൂബിൽ ഹിറ്റായ കണിമംഗലം കോവിലകം എന്ന വെബ് സീരീസ് സിനിമയായി തിയേറ്ററിൽ എത്തിയിരുന്നു. ഇപ്പോൾ ചിത്രത്തിൻ്റെ OTT റിലീസ് ആവുകയാണ്. റാഫി, അജ്മൽ, അബി, ടോണി, അനൂപ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രം ഏപ്രിൽ 10 മുതൽ സൺനെക്സ്റ്റ് വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. കോളേജ് ഹോസ്റ്റൽ ഹൊറർ പശ്ചാത്തലമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. രാധിക, ശരത് കുമാർ പ്രധാന കഥാപാത്രമെത്തിയ ചിത്രമായിരുന്നു തായ് കിഴവി. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ചിത്രം ഇപ്പോൾ റിലീസിംഗ് ആരംഭിക്കുകയാണ്. ഏകദേശം 72 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രമാണിത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യുക.